അൽഹംദുലില്ലാ നമ്മുടെ എലത്തൂർ ഉമർ ബിൻ ഖത്താബ് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി ധാരാളം വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു മഹല്ലാണ് ഈ എക്സ്ചേഞ്ച് ഉമർ ബിൻ ഖത്താബ് മസ്ജിദ് കമ്മിറ്റി. അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു പുതിയ പദ്ധതിയായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഈ പദ്ധതിയിൽ ഏതൊരു സാധാരണക്കാരനും മുഅ്മിനായ ഏതൊരു സാധാരണക്കാരനും ഉപകാരപ്പെടുന്ന വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കോഴിക്കോട് എലത്തൂർ ഉമർ ബിൻ ഖത്താബ് മസ്ജിദ് കമ്മിറ്റിയാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ഉംറക്ക് പോകൽ ആഗ്രഹമുള്ളവരാണ്. ഉംറക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാവുകയില്ല. മക്ക കാണാനും മദീന കാണാനും കഅബയൊന്ന് മുത്തം വെക്കാനും ഹജറുൽ അസ്വദ് കണ്ടു ചുംബിക്കാനും അതൊക്കെ നമ്മളൊക്കെ കൊതിക്കുന്നവരാണ്. പലരും സാധിച്ചവരാണ്, എന്നാൽ സാധിക്കാത്ത ധാരാളം ആളുകളുണ്ട്. സാധിക്കാത്തതിൻ്റെ മെയിൻ കാരണം എല്ലാവർക്കും സാമ്പത്തികം തന്നെ. കൂടുതൽ ആളുകൾക്കും പ്രയാസം സാമ്പത്തികമാണ്. സാമ്പത്തികമായി ഒന്നിച്ച് 1 ലക്ഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഉംറക്കിൻ്റെ കാശ് ഒന്നിച്ചെടുക്കാൻ കഴിയാത്ത പ്രയാസം കൊണ്ടാണ് ആഗ്രഹം ഉള്ളിലൊതുക്കിക്കൊണ്ട് പലരും പോകാതിരിക്കുന്നത്. അതിനാണ് ഒരു വിരാമമായിട്ട് ഒരു ലളിതമായി അവർക്ക് ഉംറയിൽ പങ്കെടുക്കാൻ പറ്റിയ സൗകര്യം ഈ കമ്മിറ്റി ചെയ്തു തരാണ്. ഇത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ഉംറ ബോക്സ് നൽകുകയാണ്. ആ ഉംറ ബോക്സ് നിങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി വെച്ച് നല്ല സുരക്ഷിതമായി വെച്ച് നമ്മുടെ ഓരോ ദിവസത്തെ അധ്വാനത്തിൽ നിന്നും ഓരോ ദിവസവും വെറും ഒരു 200 രൂപ ആ ബോക്സിൽ നിക്ഷേപിക്കുന്നു. 200 രൂപ ആ ബോക്സിൽ നിക്ഷേപിക്കുകയാണ്. അത് അവനവൻ തൊഴിലെടുക്കുന്ന കാശ് അവനവന് ഉംറയ്ക്ക് പോകാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉപ്പമാരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ഉദ്ദേശം വെച്ചുകൊണ്ട് ബോക്സ് നിക്ഷേപിച്ച് അതിലേക്ക് സ്വരൂപിക്കാൻ പറ്റും. അല്ലെങ്കിൽ മുതലാളിമാർക്കും അല്ലെങ്കിൽ കച്ചവടക്കാർക്കും നാട്ടിലേതെങ്കിലും പാവങ്ങളെ ഒന്ന് ഉംറയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ അവരെ കച്ചവട വിഹിതത്തിൽ നിന്ന് ഓരോ ദിവസം 200 രൂപ മാറ്റിവെച്ചാൽ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരെ അല്ലെങ്കിൽ സയ്യിദുമാരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രായം ചെന്നവരെ പാവപ്പെട്ടവരൊക്കെ പറഞ്ഞേക്കാൻ വേണ്ടി മുതലാളിമാർക്കോ അല്ലെങ്കിൽ കച്ചവടക്കാർക്കോ അവർക്ക് പറ്റും. ഇങ്ങനെ എല്ലാവർക്കും നാനാതുറയിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ഈ കാര്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 200 രൂപ ഓരോ ദിവസം അതിൽ നിക്ഷേപിച്ചാൽ, അങ്ങനെ നിക്ഷേപിച്ച് അടുത്ത വർഷം 2027 റബീഉൽ ആഖിറിലാണ് നമ്മൾ പോകുന്നത്. ആ റബീഉൽ ആഖിറിൽ നമ്മൾ ഈ ബോക്സ് അപ്പോഴേക്കും ഈ ഉംറക്കുള്ള ഒരു രൂപ അതിലേക്ക് തികഞ്ഞിട്ടുണ്ടാകും ഏകദേശം. ആ രൂപ വെച്ചുകൊണ്ട് നമ്മൾ ഉംറക്ക് ഒരുമിച്ച് ഈ പള്ളിയുടെ കീഴിൽ തന്നെ, ഈ പള്ളിയുടെ കീഴിൽ ധാരാളം ഉംറ ഗ്രൂപ്പുകൾ പോയിട്ടുണ്ട്. ഈ അടുത്തും ഒരു ബാച്ച് പോയി വന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഇതിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട നൗഷാദ് ഹാജി ധാരാളം ഉംറകൾ കൊണ്ടുപോവുകയും ധാരാളം ഗ്രൂപ്പിനെ പറഞ്ഞേക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ ഖാദിർ ഹാജി, അതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹജ്ജ് മുഹമ്മദ് ഹാജി, വർക്കിംഗ് സെക്രട്ടറി പി നാസർ ഹാജി ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ പൗരപ്രധാനികളും പ്രമുഖരൊക്കെ ഇവിടെ ഈ പ്രഖ്യാപനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഹുസൈൻ കോയ ഹാജി, ഇല്യാസ് ക, എല്ലാവരും, താജുദ്ദീൻ ക, പ്രധാനികളൊക്കെ ഓരോരുത്തരെയും പേര് പറയുന്നില്ല, ദീർഘിച്ചു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇതൊരു ബിസിനസ് സംരംഭമായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വരുമാനം ഉണ്ടാക്കാനുള്ള ബിസിനസ് സംരംഭമല്ല. സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ അങ്ങനെ നല്ലൊരു ബാച്ച്, വളരെ ആത്മീയമായ ബാച്ച് എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായി പരിചയമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന, അതുപോലെ തന്നെ സിയാറത്ത് കേന്ദ്രങ്ങൾ പൂർണ്ണമായി അത് കണ്ട് കേട്ട് ആസ്വദിച്ച് പഠിച്ച് അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന, കേരളീയമായ ഭക്ഷണത്തിലും ഹറമിൻ്റെ അടുത്ത താമസവും എല്ലാ സൗകര്യങ്ങളോടും കൂടി, എങ്ങനെയെങ്കിലും പോയി വരിക എന്നല്ല, എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ബാച്ച് പോയി വരിക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും പരിപൂർണമായ ഇസ്ലാമിക ചിട്ടയോടുകൂടെയാണ് ഈ ബാച്ച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളൊക്കെ പോരുന്നുണ്ടെങ്കിൽ, പോരാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ ആദ്യം ഉംറക്ക് പോയവരാണെങ്കിൽ അവരെ മെഹ്റം കൂടെ ഉണ്ടാവണമെന്ന് ഈ കമ്മിറ്റിക്ക് നിർബന്ധമാണ്. നേരത്തെ പോയവരാണെങ്കിൽ, നേരത്തെ പോകാത്തവരാണെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ പോരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ വിശദ വിവരങ്ങളും ഇതിനെ തുടർന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദമായി നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ സംരംഭത്തിലേക്ക് ഇനി ഉമ്മമാരൊക്കെ പോരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 3-4 മക്കള് ജോലിക്ക് പോകുന്നുണ്ടാകും. ആ മക്കളോട് പറയാം, എനിക്ക് ഉംറ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു ദിവസം 200 രൂപ നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ ഓരോ മകനിൽ നിന്ന് ഒരു 50 രൂപ കൈപ്പറ്റിയാൽ അല്ലെങ്കിൽ 100 രൂപ കൈപ്പറ്റിയാൽ ആ അടുത്ത വർഷമാകുമ്പോഴേക്കും ഉംറ എന്നുള്ള ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയും. ഇൻഷാ അല്ലാഹ് ഈ ഉംറയോടുകൂടെ അവസാനിക്കാതെ ഇതൊരു ഹജ്ജിലേക്കുള്ള കാൽവെപ്പാക്കി നമുക്ക് മാറ്റണം. ആ നിയ്യത്താക്കി മാറ്റി അതിൻ്റെ തുടക്കമാകട്ടെ ഈ ഉംറ എന്ന് പ്രത്യേകമായി ഉദ്ദേശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പിന്നീട് നൽകുന്നതാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ചുരുക്കുകയാണ്.
നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി നൗഷാദ് ഹാജി 2 വാക്കതുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് 14 വർഷത്തോളമായി നമ്മുടെ ഈ കമ്മിറ്റി വളരെ മഹത്തായ ഈ ഉംറ നമ്മുടെ മഹലിലെയും അല്ലാത്ത ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ഒരു ദഅവാ ഉംറയായി നടത്തി വരാറുണ്ട്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഈ വർഷം നമ്മുടെ കമ്മിറ്റി തീരുമാനിച്ച ഒരു കാര്യമാണ് നമ്മുടെ മഹലിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ ഒരുമിച്ച് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ആ വിവരം ഇൻഷാ അല്ലാഹ് എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നമ്മുടെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അതിമഹത്തായ ആത്മീയമായ ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒരേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വളരെ സന്തോഷത്തോടെ എല്ലാ ഭാഗങ്ങളിലും സന്ദർശിച്ച് എല്ലാ സിയാറത്തുകളും ചെയ്ത് വളരെ ആത്മീയതയിൽ പോയി വരിക എന്നുള്ളതാണ് ഈ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. അത് ഉസ്താദ് പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി തയ്യാറാവുന്ന ആളുകൾ നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷം പോകാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. അതിലേക്ക് എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാവരെയും അറിയിച്ച് ഈ സംരംഭം വിജയിപ്പിക്കുകയും കുറേ ആളുകൾക്ക് ഈ പരിശുദ്ധ ഹറമിലെത്താനും ആത്മീയത ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി കുറേ ഇബാദത്തുകൾ ചെയ്ത് തിരിച്ചു വരാനും തൗഫീഖ് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ശ്രമം നടത്തുന്നത്. തീരെ ഹറമ് കാണാത്ത എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് മക്കത്തെത്തണം, മദീനത്തെത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എത്രയോ സ്ത്രീകളെയും പുരുഷന്മാരെയും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനിയും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇൻഷാ അല്ലാഹ് എത്തണം. എത്താതെ ആരും മരിച്ചു പോകരുത്. എല്ലാവരും പരിശുദ്ധ ഹറമ് കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലെത്തി വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം ചൊല്ലി ആ സന്തോഷം പങ്കിട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പിരിഞ്ഞു പോയാൽ മതി എന്നാണ് നമ്മൾ കമ്മിറ്റി ഉദ്ദേശിച്ചത്. അതിന് അള്ളാഹു താല എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. അതുപോലെ ഭർത്താക്കന്മാർക്ക് ഭാര്യയെ കൊണ്ടുപോകാനും മക്കൾക്ക് ഉമ്മപ്പന്മാരെ കൊണ്ടുപോകാനും ഒക്കെ ഒരു ഈ സംരംഭത്തിലൂടെ കൂടിയാൽ അത് സാക്ഷാത്കരിക്കാൻ പറ്റും. അതുകൊണ്ട് മക്കൾ ആലോചിക്കുക ഉമ്മനെയും ഉപ്പനെയും കൊണ്ടുപോകണമെന്ന കാര്യം, അതുപോലെ ഭർത്താക്കന്മാരെ ആലോചിക്കുക ഭാര്യമാരെ പറഞ്ഞയക്കണമെന്ന കാര്യം. അങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് ചെറിയ ചെറിയ പൈസ നിക്ഷേപിച്ചാൽ ആ ഉദ്ദേശം പൂർത്തിയാകും. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയാണ് കമ്മിറ്റി ഇത് തീരുമാനിച്ചത്. ഒരിക്കലും കമ്മിറ്റി നിങ്ങളോട് ക്യാഷ് വാങ്ങുന്നില്ല. നിങ്ങളെ കയ്യിൽ തരുന്ന ബോക്സിൽ നിങ്ങൾ ക്യാഷ് നിക്ഷേപിക്കുക. നിങ്ങളെ വീട്ടിൽ തന്നെ ആ ബോക്സ് ഉണ്ടാവും. ആ ബോക്സിലാണ് നിങ്ങൾ പൈസ ഇടുന്നത്. അതിന് നമ്മുടെ കമ്മിറ്റിയിൽ ഇൻഷാ അല്ലാഹ് പി നാസർ ഹാജി സെക്രട്ടറി, അതുപോലെ താജുദ്ദീൻ ട്രഷറർ, അതുപോലെ ഇൻഷാ അല്ലാഹ് ഇല്യാസ് ജോയിൻറ്റ് സെക്രട്ടറി, നമ്മളെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ തീരുമാനം ഇൻഷാ അല്ലാഹ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ്. ഈ വിഷയം അള്ളാഹു തആല പൊരുത്തപ്പെട്ട രീതിയിലാവാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിലാവാനും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഇതുപോലെ പല സംരംഭങ്ങളും നമ്മുടെ കമ്മിറ്റി ഉദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം വിജയിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മഹലിൻ്റെ പരിധിയിൽ പുറത്തേക്ക് ഉദ്ദേശിക്കുന്ന ആൾക്ക് നമ്മൾ സൗകര്യം ഒരുക്കുന്നുണ്ട്. നമ്മൾ കോഴിക്കോട് നിന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങൾ ചെയ്യുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.